ജനുവരി 2026 ഏവർക്കും സ്വാഗതം. ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ ഹൃദയമിടി പളക്കുന്ന അനന്തപുരിയിലെ അതിനിർണായകമായ 3 മണ്ഡലങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ അതിവേഗം സഞ്ചരിക്കാൻ പോകുന്നത്. നെയ്യാറ്റിൻകര, തിരുവനന്തപുരം സെൻട്രൽ, ഒപ്പം തന്നെ കോവളം എന്നീ മണ്ഡലങ്ങളിലെ തീ പാർന്ന പോരാട്ടങ്ങൾക്കും അണിയറയിലെ രാഷ്ട്രീയ ചതുരംഗ കളികൾക്കും സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴിവിടെ പറയാനുള്ളത്. നമ്മൾ ആദ്യം കണ്ടറിയുന്നത് അല്ലെങ്കിൽ ആദ്യം നോക്കാൻ പോകുന്നത് നെയ്യാറ്റിൻകരയുടെ മണ്ണിലേക്കാണ്. തമ്പാനൂർ രവിയും ആർ സെൽവരാജും അടക്കി വാണിരുന്ന ഒരു സുവർണകാലം UDFന് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് ആ ചരിത്രം പാടെ മാറി മറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തവണ LDFന്റെ പടക്കുതിരയായിരുന്ന കെ അൻസലൻ സെൽവരാജിനെ 14,262 വോട്ടുകൾക്ക് അടിയറവ് പറയിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് വരുന്നത്. ഇതിന് മുന്നേയുള്ള തെരഞ്ഞെടുപ്പിലും ഇതുപോലെ തന്നെ സെൽവരാജിനെ അടിയറവ് പറയിച്ചുകൊണ്ടാണ് കെ ആൻസലൻ ആദ്യമായി നിയമസഭയിലേക്ക് എത്തുന്നത്. ഇപ്പോഴത്തെ 3ാം തവണയും മണ്ഡലത്തിൽ കെ ആൻസലന്റെ പേരുകൾ തന്നെയാണ് സജീവമായി കേൾക്കുന്നത്. മണ്ഡലത്തിൽ അത്രത്തോളം ആഴത്തിൽ വേരോട്ടമുള്ള ഒരു ജനകീയ നേതാവാണ് കെ ആൻസലൻ എന്നുകൂടി ഇവിടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പകരക്കാരനായി മറ്റൊരു പേര് നിലവിൽ ആലോചനയിൽ പോലുമില്ല എന്ന് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. CPMന്റെ ഉറച്ച വിശ്വാസം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ LDFന്റെ തുറപ്പുചീട്ട് കെ ആൻസലൻ തന്നെയാകും. തിരുവനന്തപുരം ജില്ലയിൽ 14 സീറ്റുകളിൽ ആര് മേൽക്കൈ നേടുന്നതനുസരിച്ചായിരിക്കും കേരളം ആര് ഭരിക്കുക എന്നത് പൊതുവെ വിലയിരുത്തപ്പെടാറുള്ളത്. 2011 UDF ഭരണത്തിലേറിയപ്പോൾ ജില്ലയിൽ 8 സീറ്റുകൾ നേടി കരുത്ത് കാട്ടിരുന്നുവെങ്കിലും എന്നാൽ 2021 ചിത്രം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നത് കോവളം ഒഴിച്ചുള്ള ബാക്കി 13 സീറ്റുകളും UDFന്റെ പരാജയത്തിന് കൈപ്പിൽ കുടിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തവണ നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ UDFന് സാധിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഭരണ ബാധ്യതകൾ അല്ലെങ്കിൽ ഭരണ സാധ്യതകളെല്ലാം ഉണ്ടാകുന്നത്. രാഷ്ട്രീയ ഗതിവിധികൾ പ്രവചനാതീതമായി ഈ മണ്ണിലെ പോരാട്ട വീര്യം നമുക്ക് നിമിഷങ്ങൾ കൊണ്ട് തന്നെ പരിശോധിക്കാവുന്നതാണ്. വരും നിമിഷങ്ങളിൽ അതിനെക്കുറിച്ച് വ്യക്തമായി പറയാവുന്നതാണ്. തിരുവനന്തപുരം ജില്ലയിലെ 14 സീറ്റുകളിൽ ആരാണോ ജയിക്കുന്നത് അല്ലെങ്കിൽ ആർക്കാണോ കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്നത് അവർക്കായിരിക്കും എപ്പോഴും ഭരണം ലഭിക്കുക എന്ന അനുസരിച്ചായിരിക്കും ഉണ്ടാകുന്നത്. കാരണം കേരളം ആര് ഭരിക്കുക എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ എടുക്കുമ്പോൾ തന്നെ തലസ്ഥാന ജില്ലയിലെ 14 സീറ്റുകളിൽ ആരാണോ മേൽക്കൈ നേടുന്നത് അവരുടെ ആ മേൽക്കൈ അനുസരിച്ചിരിക്കും ഭരണം ആര് പിടിക്കുക എന്നതുപോലും മനസ്സിലാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 2021 ചിത്രം അല്ലെങ്കിൽ 2011 ഉണ്ടായത് എങ്ങനെയാണോ അതിൽ നിന്നും നേരെ വിപരീതമായി 2021 എത്തിയപ്പോൾ അത് മൊത്തത്തിൽ മാറി മറിയുന്ന സാഹചര്യമുണ്ടായി. കോവളം ഒഴികെയുള്ള ബാക്കി 13 മണ്ഡലങ്ങളും CPM തൂത്തുവാരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വരുമ്പോൾ ഇത്തവണ നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാൻ UDFന് സാധിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ഭരണ സാധ്യതകളെല്ലാം. രാഷ്ട്രീയ ഗതിവിധികൾ പ്രവചനാതീതമായി ഈ മണ്ണിലെ പോരാട്ട വീര്യം നമുക്ക് പരിശോധിച്ച് പോകാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് ഒരു അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലം തന്നെയാണ് നെയ്യാറ്റിൻകര മണ്ഡലം എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആൻസലിനെ അട്ടിമറിച്ചുകൊണ്ട് മണ്ഡലം തിരിച്ചു പിടിക്കാൻ പഴയൊരു ഇടതുപക്ഷ സഹയാത്രികനായ അഡ്വക്കേറ്റ് വിനോസെന്നെ കോൺഗ്രസ് ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. SFയുടെ മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്ന വിനോസെന്നെ ഇറക്കിയാൽ ഇടതുപക്ഷ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താം എന്നാണ് ഒരു വിഭാഗം കണക്ക് കൂട്ടുന്നത്. സാംസ്കാരിക രംഗത്ത് സജീവമായ വിനോസൻ രാഷ്ട്രീയ സാംസ്കാരിക തലങ്ങളിൽ ഒരേപോലെ സ്വീകാര്യനും കൂടിയാണ്. എന്നാൽ സ്ഥാനാർത്ഥി എണ്ണത്തിന്റെ കാര്യത്തിൽ നെയ്യാറ്റിൻകര കോൺഗ്രസിൽ വലിയ രീതിയിലുള്ള ആവേശവും അമർഷവും ആശയക്കുഴപ്പങ്ങളും പുകയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ എന്ന് പറയുന്നത്. പല തട്ടിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥാനാർത്ഥി എന്ന ചർച്ചക്കിടയിലും വലിയൊരു ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് സജിലാൽ ഇപ്പോൾ തന്നെ ഗോദയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നതും രാഷ്ട്രീയ വൃത്തങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്ന കാര്യം കൂടിയാണ്. നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സജിലാലിന്റെ ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും ഇതിനോടകം തന്നെ പതിച്ചു കഴിഞ്ഞു. ഇത് പാർട്ടിക്കുള്ളിൽ വലിയ ഒരു വിഭാഗത്തിന്റെ വലിയ അമർഷത്തിന് കാരണമുണ്ടാക്കിയിട്ടുമുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ സ്വയം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് സജിലാൽ നടത്തുന്നതെന്ന് ആക്ഷേപവും ഉണ്ടാകുന്നുണ്ട്. ഇതിനു പുറമെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണ്ഡലത്തെ ഇളക്കി മറിക്കാൻ നെയ്യാർ യാത്ര എന്ന പേരിലൊരു പദയാത്രയും സജിലാൽ സംഘടിപ്പിക്കുന്നുമുണ്ട്. CSI സഭയുടെ വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന സജിലാൽ മണ്ഡലത്തിലെ നിർണായകമായ നാടാർ വോട്ടുകളിൽ കണ്ണുവച്ചാണ് ഈ നീക്കങ്ങളെല്ലാം നടത്തുന്നതെന്നും ആക്ഷേപമുണ്ട്. സഭയുടെ പിന്തുണയോടെ മണ്ഡലം പിടിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് സജിലാൽ ഉള്ളത്. മണ്ഡലത്തിലെ വോട്ടർമാരിലേക്ക് നേരിട്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ ഈ സജീവ നീക്കം പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ ഇത്ര നേരത്തെ സജിലാൽ നടത്തുന്ന നീക്കങ്ങൾ മറ്റ് നേതാക്കളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായ നീക്കമാണെന്നും ചിലർ ഹൈക്കമാൻഡിനെ ഇതിനോടകം തന്നെ അറിയിച്ചും കഴിഞ്ഞിട്ടുണ്ട്. നെയ്യാറ്റിൻകര കോൺഗ്രസിൽ സ്ഥാനാർത്ഥിനെ ചൊല്ലിയൊരു വലിയൊരു ഗ്രൂപ്പ് യുദ്ധം തന്നെ പുകയുന്നുമുണ്ട്. പാർട്ടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിന് കാത്തു നിൽക്കാതെ അഡ്വക്കേറ്റ് സജിലാൽ ഇപ്പോൾ തന്നെ ഗോദയിലേക്ക് ഇറങ്ങിയതും അതുപോലെ നഗരമെങ്ങും ഫ്ലക്സ് ബോർഡുകളെല്ലാം വെച്ചതും വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഒപ്പം തന്നെ നെയ്യാർ യാത്ര എന്ന പേരിലൊരു യാത്ര സംഘടിപ്പിക്കുന്നതും CSI സഭയുടെ പിന്തുണ നേടുന്നതുമെല്ലാം വലിയ തരത്തിൽ ചർച്ചയാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ സജിലാലിന് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതും ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ പട്ടികയിൽ സജീവമായി കേൾക്കുന്ന മറ്റൊരു പേരെന്നത് അഞ്ജിത വിനോദ് കോട്ടുകാലിൻ്റെത് കൂടിയാണ്. വനിതാ പ്രാതിനിധ്യം എന്ന നിലയിൽ ഒരു യുവമുഖം എന്ന നിലയിലും അഞ്ജിത വിനോദ് കോട്ടുകാലിൻ്റെ പേര് ഹൈക്കമാൻഡിന്റെ ഗൗരവമായ പരിഗണനയിലുമുണ്ട്. നെയ്യാറ്റിൻകരയിലെ പ്രാദേശിക പ്രശ്നത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയത്തിൽ അഞ്ജിത വിനോദ് കോട്ടുകാൽ നടത്തുന്ന ഇടപെടലുകൾ സ്ത്രീ വോട്ടർമാരെയും യുവാക്കളെയും വലിയ രീതിയിൽ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവെ
പറയുന്ന കാര്യങ്ങളെല്ലാം. ഇതിനു പുറമെ പ്രാണകുമാറും അതുപോലെ സ്ഥാനാർത്ഥി മുഖവുമായി രംഗത്തുണ്ട്. എന്നാൽ എല്ലാറ്റിനും മുകളിൽ മുൻ സ്പീക്കർ എൻ ശക്തന്റെ പേരാണ് കൂടുതൽ ചർച്ചയാക്കുന്നത്. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ എന്നീ പദവികൾ അലങ്കരിച്ച പരിചയസമ്പന്നനായ ശക്തനെ ഇറക്കിയാൽ മണ്ഡലം സുരക്ഷിതമായി തിരിച്ചു പിടിക്കാമെന്നൊരു വലിയ വിഭാഗം ജനങ്ങളും അതുപോലെ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗവും വിശ്വസിക്കുന്നുമുണ്ട്. സജിൽ ലാൽ, അഞ്ജിത വിനോദ് കോട്ടുകാൽ, ഒപ്പം തന്നെ പ്രാണകുമാർ, എൻ ശക്തൻ, വിനോസൻ എന്നിവരടങ്ങുന്ന ഒരു വലിയ നിര തന്നെ നെയ്യാറ്റിൻകരയിൽ കോൺഗ്രസിന് വേണ്ടി സജീവമായി രംഗത്ത് തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇവർ ഇതിനോടകം തന്നെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. ഇവരെല്ലാം പലപ്പോഴായി പുതിയ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ എങ്ങനെ സജീവമാകാം എന്നുള്ളതാണ് ഇവരിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ പദയാത്ര, അതുപോലെ തന്നെ അന്നം പുണ്യം എന്നീ തരത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് കോൺഗ്രസ് പാളയത്തിൽ വലിയൊരു ആശയക്കുഴപ്പത്തിന് കാരണമാകുന്നുമുണ്ട്. ഹൈക്കമാൻഡ് നിയോഗിച്ച സ്വകാര്യ ഏജൻസികൾ നടത്തുന്ന സർവേ ഫലങ്ങൾ കൂടി വന്നാലേ ഇതിലൊരു വ്യക്തത ഉണ്ടാവുകയുമുള്ളൂ. നേതാക്കൾ സ്വാധീനിക്കാൻ കഴിയാത്ത വിധം അതീവ രഹസ്യമായാണ് ഈ സർവേകളെല്ലാം നടന്നു വരുന്നതും. സജിലാന്റെ പദയാത്രയും സഭാബന്ധവും വോട്ടായി മാറുമോ, അതോ ഇനി എൻ ശക്തൻ പരിചയസമ്പന്നർക്ക് പാർട്ടി മുൻഗണന നൽകുമോ എന്നതും ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അഞ്ജിത വിനോദ് കോട്ടുകാലിനെ പോലുള്ള യുവ വനിതാ പ്രതിഭയെ ഇറക്കി ഒരു പൊതുചരിത്രം കുറിക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ എന്നുള്ളതും ഒരു വലിയ ചോദ്യമായി ഉണ്ടാകുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലെ സാമൂഹിക സമവാക്യങ്ങൾ പരിശോധിച്ചാൽ നാടാർ സമുദായത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ എൻ ശക്തനെ പോലുള്ള ഒരു നേതാവിന് ഈ വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ പാർട്ടിയിൽ ഏറെ ഉണ്ടാകുന്നുണ്ട്. അതേസമയം തന്നെ യുവത്വത്തിന്റെ ആവേശമായി അഞ്ജിത വിനോദ് കോട്ടുകൾ വന്നാൽ അത് നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിക്കാൻ സാധിക്കുമെന്നും സജിലാൽ നടത്തുന്ന നെയ്യാർ യാത്രയും സഭാവിശ്വാസങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനവും തള്ളിക്കളയലാമില്ല എന്നും അതിനൊപ്പം തന്നെ വിനോസനെ പോലുള്ള ഒരു സാംസ്കാരിക മുഖം വരുമ്പോൾ മറുപക്ഷത്തെ വോട്ടുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുകയും ചെയ്യുന്നുണ്ട്. നെയ്യാറ്റിൻകരയിലെ ഈ ഗ്രൂപ്പ് യുദ്ധങ്ങൾക്കിടയിലും CPM സ്ഥാനാർത്ഥി കെ ആൻസലൻ തന്റെ മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നതും, അല്ലെങ്കിൽ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തന്നെ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോകുന്നതും. നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിന്റെ നവീകരണം, അതുപോലെ തന്നെ റോഡ് വികസനം തുടങ്ങിയ പദ്ധതികൾ ആൻസലിന് മുൻതൂക്കം നൽകുന്നത് കൂടിയാണ്. എങ്കിലും ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചാൽ അത് ആൻസലിന് തിരിച്ചടിയാകുമെന്നും പറയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇവിടെ ആൻസലിന് അപ്പോഴും ജനകീയനാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടെ കഴിഞ്ഞ തവണ ആന്റണി രാജുവാണ് വിജയിച്ചത്. VS ശിവകുമാറിനെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ആന്റണി രാജുവിൻ്റെ അട്ടിമറി വിജയമുണ്ടാകുന്നത്. 789 വോട്ടുകളുടെ നേരിയ ഭൂരിപക്ഷത്തിനാണ് ആന്റണി രാജു അന്ന് വിജയിച്ചു കയറത്. എന്നാൽ ഇത്തവണ ആന്റണി രാജുവിന് അയോഗ്യതയുള്ള സാഹചര്യത്തിൽ അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയൊന്നുമില്ല. അടിവസ്ത്രം മാറ്റിയെന്നതുമായി ബന്ധപ്പെട്ട കേസിലെ അയോഗ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് നിർദ്ദേശിക്കുന്ന പുതിയൊരു സ്ഥാനാർത്ഥിയാകും അവിടെ വരിക എന്നതും ഉറപ്പ് തന്നെയാണ്. ആന്റണി രാജുവിൻ്റെ വിശ്വസ്തനായ ഒരാളെ അദ്ദേഹം നിർദ്ദേശിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല. അതേസമയം തന്നെ കോൺഗ്രസിൽ VS ശിവകുമാർ തന്റെ ജന്മനാടായ പാറശാലയിൽ മത്സരിക്കാനുള്ള താല്പര്യവും ഇതിനോടകം പ്രകടിപ്പിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ശിവകുമാർ പാറശാലയിലേക്ക് മാറുകയാണെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ പിടിക്കാൻ എറണാകുളത്ത് നിന്ന് ദീപ്തി മേരി വർഗീസിനെ കോൺഗ്രസ് കൊണ്ടുവന്നേക്കുന്നുള്ള ചർച്ചകളും അല്ലെങ്കിൽ അഭ്യൂഹങ്ങളും ഉണ്ടാകുന്നുണ്ട്. AICC വക്താവ് കൂടിയായ ദീപ്തി മേരി വർഗീസിന് മണ്ഡലത്തിൽ സ്വീകാര്യത ലഭിക്കുമെന്ന് തന്നെയാണ് ഒരു വിഭാഗം കരുതുന്നത്. ദീപ്തി മേരി വർഗീസിന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഈ സീറ്റ് CMPക്ക് കൊടുക്കുകയാണെങ്കിൽ CP ജോൺ സ്ഥാനാർത്ഥിയെ വരാനും സാധ്യതകളുണ്ട്. BJP നിരയിൽ തന്നെ നടൻ കൃഷ്ണകുമാറിനാണ് ഇവിടെ കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതും. കഴിഞ്ഞ തവണ BJP ശക്തമായ പ്രകടനം കാഴ്ചവെച്ച മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണത്. അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരത്തിന്റെ എല്ലാ വീറും വാശിയും തിരുവനന്തപുരം സെൻട്രലിൽ പ്രകടമാവുകയും ചെയ്യും. തീരദേശ വോട്ടുകളും നഗര വോട്ടുകളും ഒരേപോലെ നിർണായകമായ മണ്ഡലം കൂടിയാണത്. അതുകൊണ്ട് തന്നെ ആന്റണി രാജുവിൻ്റെ അസാന്നിധ്യം ഇടതുപക്ഷത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് മറികടക്കാൻ ആരെ ഇറക്കുമെന്നത് CPMനെ സംബന്ധിച്ചൊരു വലിയ വെല്ലുവിളി കൂടിയാണ്. ഇനി നമ്മൾ പോകുന്നത് കോവളം മണ്ഡലത്തിലേക്ക് കൂടിയാണ്. തിരുവനന്തപുരം ജില്ലയിൽ UDF ലഭിച്ച ഏക ആശ്വാസമായിരുന്നു കഴിഞ്ഞ തവണ M വിൻസെന്റ് എന്നും കൂടി നമ്മോട് മനസ്സിലാക്കണം. നിരവധി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നിട്ടും അവയെല്ലാം അതിജീവിച്ച് വലിയ ഭൂരിപക്ഷത്തിലാണ് വിൻസെന്റ് വിജയിച്ചു കയറിയത്. വിൻസെന്റിനെതിരെ ഉയർന്ന കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചതും. അതുകൊണ്ട് തന്നെ ഇത്തവണയും വിൻസെന്റ് തന്നെയാകും UDFന്റെ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. വിൻസെന്റ് ഇതിനോടകം തന്നെ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും ആ മണ്ഡലത്തിൽ സജീവമായി തന്നെ ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കും വിൻസെന്റ് ഉണ്ടാകുന്ന കാര്യം കൂടി ഉണ്ടാകുന്നു. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ജനകീയനായ ഒരു MLA ആയി തന്നെ വിൻസെന്റ് അവിടെ നിറഞ്ഞാടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇടതുപക്ഷത്തിന് ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് അഭിമാന പ്രശ്നം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഈ സീറ്റ് CPM നേരിട്ട് ഏറ്റെടുക്കാനും സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ ജനതാദൾ നൽകിയ സീറ്റായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ CPM ഏറ്റെടുക്കുകയാണെങ്കിൽ കോവളം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കരിങ്കുളം S അജിത്തോ അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗം PS ഹരികുമാറോ ഇടത് സ്ഥാനാർത്ഥിയായി വന്നേക്കാമെന്നുള്ള അഭ്യൂഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഹരികുമാറിന്റെ മണ്ഡലത്തിലുള്ള സംഘടനാ സ്വാധീനം വിൻസെന്റിനെ നേരിടാൻ സഹായിക്കുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. എന്നാൽ തീരദേശ മേഖലയിൽ വിൻസെന്റിനുള്ള വ്യക്തിപരമായ ബന്ധങ്ങൾ മറികടക്കുക എന്നത് എളുപ്പമുള്ള കാര്യവുമല്ല.
കോവളത്തെ ടൂറിസം മേഖലയിലെ പ്രശ്നങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യങ്ങളും തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാവുകയും ചെയ്യും. ഈ 3 മണ്ഡലങ്ങളും പിടിച്ചെടുത്ത് തിരുവനന്തപുരം ജില്ലയിൽ കരുത്ത് തെളിയിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ പ്രധാന ലക്ഷ്യം. ജില്ലയിലെ രാഷ്ട്രീയ സാഹചര്യം മാറുമ്പോൾ ഭരണ തുടർച്ച ഉണ്ടാകുമോ അതോ അട്ടിമറികൾ നടക്കുമോ എന്നത് വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. നെയ്യാറ്റിൻകരയിലെ പുകയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി കൂടിയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ അഞ്ജിത വിനോദ് കോട്ടുകാലിനെ പോലുള്ള യുവമുഖത്തെ ഹൈക്കമാൻഡ് പിന്തുണച്ചാൽ അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കവും ഉണ്ടാകും. കാരണം മാറ്റം ആഗ്രഹിക്കുന്ന യുവ വോട്ടർമാർ അഞ്ജിത വിനോദ് കോട്ടുകാലിനെ പോലുള്ളവരെ നെഞ്ചേറ്റാൻ സാധ്യതയുണ്ട്. അതേസമയം പരിചയസമ്പന്നനായ എൻ ശക്തനെ മാറ്റി നിർത്തിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും പാർട്ടി ഭയപ്പെടുന്നുമുണ്ട്. സജിലാന്റെ പദയാത്ര നൽകുന്ന സൂചനകൾ അദ്ദേഹം പിന്മാറാൻ തയ്യാറല്ല എന്ന് തന്നെയാണ്. ഈ തർക്കങ്ങൾക്കിടയിൽ വിനോദ് ഒരു സമവായ സ്ഥാനാർത്ഥിയെ വരുമോ എന്നതും കണ്ടറിയേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഈ 3 മണ്ഡലങ്ങളിലെയും ഫലം കേരളത്തിലെ മൊത്തം രാഷ്ട്രീയ ചിത്രത്തെ സ്വാധീനിക്കുകയും ചെയ്യും. ഇടതുപക്ഷം തങ്ങളുടെ കോട്ടകൾ കാക്കാൻ സർവ്വസന്നാഹവുമായി ഇറങ്ങുമ്പോൾ UDF അട്ടിമറി ലക്ഷ്യമിടുന്നുമുണ്ട്. നെയ്യാറ്റിൻകരയിലെ സജിലാന്റെ പദയാത്രയും ഫ്ലക്സ് വിവാദങ്ങളും അഞ്ജിത വിനോദ് കോട്ടുകാൽ എൻ ശക്തൻ എന്നിവരുടെ പേരുകൾ ഉയർന്ന തരംഗങ്ങളും അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ഈ തരംഗങ്ങളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാവുകയും ചെയ്യും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ചിത്രം ഓരോ മണ്ഡലങ്ങളിലും എങ്ങനെ മാറുന്നു എന്ന് കാണാൻ നമുക്ക് കാത്തിരിക്കെ തന്നെ വേണം. കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങളും അടിയൊഴുക്കുകളും ഇനിയും വരാനിരിക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെ ഈ വലിയ സ്ഥാനാർത്ഥി പട്ടികയിൽ ആർക്കാണ് നിങ്ങൾ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പറയുക. ഒപ്പം അഞ്ജിത വിനോദ് കോട്ടുകാലോ അതോ എൻ ശക്തനോ, ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് പറയുക. ഇനി അതല്ല സജിലാനാണ് മേൽക്കോയ്മയുള്ളെങ്കിൽ അതും പറയുക. നമുക്ക് നോക്കാം ആർക്കാണ് നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ മേൽക്കോയ്മ ഉള്ളതെന്ന്. അടുത്ത മണ്ഡലത്തിലെ വിശേഷമായി നമുക്ക് വീണ്ടും കാണാവുന്നതാണ്.